അപ്പം ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല, നല്ലോണം വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കാത്ത കുട്ടിക്ക് ഇങ്ങനെ സ്മെല്ലൊക്കെ വരുന്നു പറഞ്ഞു. വീട്ടിൽ വന്ന ഒരു 20 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് വേദനയും സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരം അവരോട് പറഞ്ഞു എനിക്ക് എന്തുകൊണ്ട് ഭയങ്കര വേദനയാണ് എന്ന് പറഞ്ഞിട്ട് അവരും പരിഗണിച്ചില്ലായിരുന്നു. വയനാട് മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെതിരെ ഇപ്പോഴത്തെ വലിയ തരത്തിലുള്ള അതിക്രൂരമായ ചികിത്സാ പിഴവിന്റെയും അതുപോലെ അധികൃതരുടെ അനാസ്ഥയുടെ വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പലതവണയായി ഈ പറഞ്ഞ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുകൾ, അതുപോലെ പലയിടങ്ങളിലെയും ഹോസ്പിറ്റലുകളിലെ ചികിത്സാ പിഴവുകൾ, അതുപോലെ രോഗികൾ മരിച്ചു വീഴുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ പലതും ഉണ്ടായിട്ടും ആരോഗ്യവകുപ്പ് എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം പലപ്പോഴായി നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴായി അത് പുറത്തു വരുന്നുണ്ട്. ചോദ്യം ചെയ്യപ്പെടുമ്പോഴെല്ലാം അതിനെ ന്യായീകരിച്ച് പോകുന്ന മന്ത്രി അടക്കമുള്ളവരെയും അതുപോലെ അധികാരികൾ അടക്കമുള്ളവരെയാണ് കാണുന്നത്. ഇവിടെ പലപ്പോഴും ഇത് ആവർത്തിച്ചിട്ടും ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായിട്ടും എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ പോകുമ്പോഴും ആരോഗ്യ മേഖലയാണ് ഏറ്റവും മികച്ചതെന്ന് പറയുന്ന മന്ത്രിമാരെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. കപ്പൽ ഇപ്പോഴും മുങ്ങിയിട്ടില്ല, കപ്പൽ ഒരിക്കലും മുങ്ങുകയില്ല, ആ കപ്പൽ ഒരു കപ്പിത്താൻ ഉണ്ടെന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി എന്തുകൊണ്ട് തന്റെ വകുപ്പിന് കീഴിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എന്ന ചോദ്യങ്ങൾ വലിയ തരത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ മാനന്തവാടി പാണ്ടകടവ് സ്വദേശിനിയായ 21-കാരി ദേവിയുടെ ജീവിതം എന്നത് മാസങ്ങളോളം നരകതുല്യമാക്കിയ ഈ സംഭവം കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള വലിയ ആശങ്കകളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 20-നായിരുന്നു ദേവിയെ പ്രസവത്തിനായി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. സാധാരണ നിലയിലുള്ള പ്രസവം നടന്ന യുവതിക്ക് പ്രസവാനന്തര ചികിത്സയുടെ ഭാഗമായി നടത്തിയ അശ്രദ്ധയാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമായത്. പ്രസവ സമയത്ത് രക്തസ്രാവം തടയാനായി ഡോക്ടർമാർ ഉള്ളിൽ വെച്ച കോട്ടൺ തുണി പുറത്തെടുക്കാൻ മറന്നു പോവുകയും തുടർന്ന് മുറിവ് തുന്നിക്കെട്ടുകയും ചെയ്തു. ഒക്ടോബർ 25-ന് യുവതിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് അയക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ വിദേശ വസ്തു ഉണ്ടായിരുന്നുള്ള, അല്ലെങ്കിൽ ഈ ഒരു വസ്തു ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആശുപത്രി അധികൃതർ അറിഞ്ഞതേ ഇല്ല എന്ന് കൂടി നാം ഇവിടെ മനസ്സിലാക്കണം. അപ്പോഴും കോട്ടൺ തുണി തുന്നിക്കെട്ടി വെച്ച ഡോക്ടർക്ക് എന്താണ് ഇതിൽ മറുപടി പറയാനുള്ളത്? അല്ലെങ്കിൽ ഇവരുടെ നിസ്സംഗത കാരണം ഉണ്ടായത് ഒരു 21 വയസ്സുകാരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് പോയത്. വീട്ടിലെത്തിയ നിമിഷം മുതൽ യുവതിക്ക് അസഹ്യമായ വയറുവേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടിരുന്നു. തന്റെ ശരീരത്തിനുള്ളിൽ എന്തോ തടയുന്നതായും അസ്വാഭാവികമായ വേദനയുണ്ടെന്നോ അവർ നിരന്തരം വീട്ടുകാരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. വേദനയ്ക്കൊപ്പം തന്നെ ശരീരത്തിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വരികയും തുടങ്ങിയതോടെയാണ് കുടുംബം ഭയന്നത്. ഇതിനെ തുടർന്ന് 2 തവണയാണ് യുവതി മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ലഭിച്ച മറുപടി അങ്ങേയറ്റം നിരുത്തരവാദപരമായിരുന്നു എന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ വേദനയുമായി എത്തിയ യുവതിയെ വിശദമായി പരിശോധിക്കാനോ ഒരു സ്കാനിങ്ങിന് വിധേയമാക്കാനോ പോലും ഡോക്ടർമാർ ഒരാളും തയ്യാറായില്ല എന്നതിവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. പകരം ശരീരത്തിലെ ജലാംശം കുറഞ്ഞത് കൊണ്ടാണ് ഇത്തരത്തിൽ വേദന അനുഭവപ്പെടുന്നതെന്നും ധാരാളം വെള്ളം കുടിച്ചാൽ മതിയെന്നും പറഞ്ഞ് ഇവരെ മടക്കി അയക്കുകയായിരുന്നു. 2 പ്രാവശ്യം പരിശോധിച്ചെങ്കിലും ഒരു കുഴപ്പമില്ലെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ അപ്പോഴും അമ്മയോട് പറഞ്ഞു ഉള്ളിൽ എന്തോ ഉണ്ടെന്ന്. അത്രയും സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടായിരുന്നെന്നും ദേവി വെളിപ്പെടുത്തുന്നുണ്ട്. ആ വെളിപ്പെടുത്തൽ ഒന്ന് കേട്ട് വരാം. വീട്ടിലെത്തിയപ്പോ ഞാൻ അമ്മയോട് വീണ്ടും പറഞ്ഞു, അമ്മ എനിക്ക് വീണ്ടും വേദനിക്കുന്നുണ്ട്, സ്മെല്ലുണ്ട്, എന്തോ ഉണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു അത് നിനക്ക് തോന്നുന്നയാന്ന്. അപ്പൊ ഒരു 75 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും അത് പുറത്തോട്ട് വന്നത്. അപ്പൊ അന്നേരം വേദന അത് സഹിക്കാൻ പറ്റാത്ത ഒരു ഇതിലായിരുന്നു. അന്നേരം വെള്ളം കുടിക്കാതെ മാത്രം പറഞ്ഞിട്ട് അവര് പറഞ്ഞു വിടായിരുന്നു ചെയ്തത്. സ്കാനിങ്ങിനൊന്നും ഇതായിട്ടില്ലായിരുന്നു. അന്നേരം അവരോട് പറഞ്ഞു എനിക്ക് എന്തുകൊണ്ട് ഭയങ്കര വേദനയാണ് എന്ന് പറഞ്ഞിട്ട് അവരും പരിഗണിച്ചില്ലായിരുന്നു. നിങ്ങളിപ്പോ കേട്ടതുപോലെ രാത്രികാലങ്ങളിൽ വേദന കൊണ്ട് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്ന 21-കാരി ഒടുവിൽ ഡിസംബർ 29-ന്, അതായത് പ്രസവം കഴിഞ്ഞ് 75-ാം ദിവസമാണ് ആ കോട്ടൺ തുണി ശരീരത്തിൽ നിന്ന് തനിയെ പുറത്തു വന്നത്. രക്തസ്രാവം തടയാൻ വെക്കുന്ന വലിയൊരു തുണിക്കഷ്ണമാണ് മാസങ്ങളോളം ആ യുവതിയുടെ ഉള്ളിലിരുന്ന് ജീർണിച്ചത്. ഇത്രയും കാലം ഒരു വസ്തു ശരീരത്തിനുള്ളിൽ ഇരുന്നിട്ടും അത് കണ്ടെത്താനോ കൃത്യമായി പരിശോധന നടത്താനോ മെഡിക്കൽ കോളേജിലെ വിദഗ്ധർക്ക് കഴിയാത്തത് കടുത്ത ക്രിമിനൽ അനാസ്ഥയാണ് കൂടി ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതാണ് വിലയിരുത്തപ്പെടുന്നത്. അണുബാധ രക്തത്തിൽ പടർന്ന് മരണം വരെ സംഭവിക്കാവുന്ന അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് ഈ പെൺകുട്ടി കടന്നുപോയത്. തനിയെ പുറത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ യുവതിയുടെ ജീവൻ തന്നെ നഷ്ടമാക്കുമായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ യുവതി മന്ത്രി OR കേളുവിനും പോലീസിനും പരാതി നൽകിയതോടെയാണ് സംഭവം പുറം ലോകം തന്നെ അറിഞ്ഞത്. മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷണത്തിന് ഉത്തരവും ഇട്ടിട്ടുണ്ട്. വാർത്ത പുറത്തു വന്നതോടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ആരോഗ്യവകുപ്പിനെതിരെ ഉയർന്നു വരുന്നത്. ആ പ്രതിഷേധം കൂടി ഒന്ന് കണ്ടുവരാം. ഇപ്പോൾ നടന്ന പ്രതിഷേധമാണത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസ്
ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും പ്രതിഷേധത്തിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തം തള്ളും വരെ ഉണ്ടാവുകയും സംഘർഷാവസ്ഥ നിലനിൽക്കുകയും ചെയ്യുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശിയതും പ്രതിഷേധം കടുക്കാൻ കാരണവുമായി. DMO ഓഫീസിന് മുന്നിൽ BJPയും വൻ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. കുറ്റക്കാരായ ഡോക്ടർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് UDF അടക്കമുള്ളവർ അറിയിച്ചിട്ടുമുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ശേഷവും ഉപയോഗിക്കുന്ന ഓരോ ഉപകരണവും തുണിയും കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തണമെന്നത് മെഡിക്കൽ രംഗത്തെ അടിസ്ഥാന നിയമം കൂടിയാണ്. ഇവിടെ ആ പ്രോട്ടോകോൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടെന്ന് മാത്രമല്ല, അതിലുപരി രോഗി തനിക്ക് അസ്വസ്ഥതയുണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് കേൾക്കാൻ ഡോക്ടർമാർ തയ്യാറാകാതിരുന്നത് ഗുരുതര വീഴ്ച കൂടിയാണ്. സാധാരണക്കാരുടെ ആശ്രയമായ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വ്യവസ്ഥതയോടുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെടുന്നതാണ്. അന്വേഷണം വെറുമൊരു പ്രഹസനമായി മാത്രമാണ് ഈ സാഹചര്യങ്ങളിൽ പലപ്പോഴായിട്ടുള്ളത്. നമുക്കറിയാം, ഒരു സ്ത്രീ തന്റെ മുറിവുള്ള വയറുമായി ദിവസങ്ങളോളം സെക്രട്ടേറിയറ്റ് മെഡിക്കൽ ഇരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലരും, അതായത് കോവിഡ് സമയത്ത് പുഴുവരിച്ച് കിടക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതിലെല്ലാം ഉണ്ടായ പ്രഹസനം മാത്രമായ അന്വേഷണം ഇതിലും ഉണ്ടാകരുതെന്നാണ് നാട്ടുകാരടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. ഇവിടെ പലപ്പോഴും വീണ ജോർജ് എന്ന ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തുന്ന നിസ്സംഗമായ പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വകുപ്പിനോട് പോലും അവർ നീതി പുലർത്താതെ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളതാണ്. എന്നാൽ അവരോട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾക്കെതിരെ എടുത്തു ചാടുകയും അല്ലെങ്കിൽ വ്യാജമായ അല്ലെങ്കിൽ ഒരു ന്യായീകരണവും ഇല്ലാത്ത തരത്തിൽ ന്യായീകരണങ്ങൾ നടത്തി പോവുകയും മാത്രമാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് നിൽക്കുന്നത്. ഈ സാഹചര്യത്തിലെങ്കിലും അവർ അവരുടെ വകുപ്പ് ഒന്ന് കൃത്യമായി നന്നായി മുന്നോട്ട് കൊണ്ടുപോയാൽ കുറച്ച് ജീവനുകളെങ്കിലും നഷ്ടപ്പെടാതെ ബാക്കി ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഈ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് യൂത്ത് കോൺഗ്രസ് നിന്നും BJP നടക്കമുണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഇത് പ്രഹസനമായി മാറുമെന്ന ആക്ഷേപം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്.